ഹായ്, എല്ലാവർക്കും ബ്രൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കേരള കല, അതേപോലെ തന്നെ സാഹിത്യം എന്ന് പറയുന്ന, സംസ്കാരം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊന്ന് കേട്ടിട്ട് നമ്മൾ പരീക്ഷകൾക്ക് പോവുക. അപ്പോൾ ഒന്നാമത് ചോദ്യമാണ്: പ്രാചീന കാലത്ത് 12 വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ വെച്ച് അരങ്ങേറിയിരുന്ന മഹോത്സവം. എല്ലാവർക്കും അറിയാം, അത് മാമാങ്കമാണ്. ഇപ്പോൾ പ്രാചീന കാലത്ത് 12 വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്തെ തിരുനാവായയിൽ അരങ്ങേറിയിരുന്ന മഹോത്സവം ഏതാണ്? അത് മാമാങ്കമാണ്. മാമാങ്കം നടത്തുവാനുള്ള ചുമതല തുടക്കത്തിൽ നിർവഹിച്ചിരുന്ന ഭരണാധികാരി ആരാണ്? വള്ളുവ കോനാതിരിയാണ്. അപ്പോൾ മാമാങ്കം നടത്തുവാനുള്ള ചുമതല തുടക്കത്തിൽ വഹിച്ചിരുന്ന വ്യക്തി ആരാണ്? അത് വള്ളുവ കോനാതിരിയാണ്. 14-ാം ശതകത്തിൻ്റെ അവസാനം മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനത്തിനുള്ള അവകാശം പിടിച്ചെടുത്ത വ്യക്തി, അത് സാമൂതിരിയാണ്. ഇപ്പോൾ 14-ാം ശതകത്തിൻ്റെ അവസാനം മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനത്തിനുള്ള അവകാശം പിടിച്ചെടുത്ത ആരാണ്? സാമൂതിരിയാണ്. ഏതാഘോഷവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചടങ്ങുകളിലൊന്നായിരുന്നു പാണ്ടിയിലേക്ക് എഴുതുക? അത് മാമാങ്കമാണ്. അപ്പോൾ ഏതാഘോഷവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചടങ്ങുകളിലൊന്നായിരുന്നു പാണ്ടിയിലേക്ക് എഴുതുക? അത് മാമാങ്കത്തിൻ്റെ ചടങ്ങുകളാണ്. അടിമക്കൊടി അയക്കൽ ഏതാഘോഷത്തിൻ്റെ ഭാഗമായിരുന്നു? അത് മാമാങ്കത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അടിമക്കൊടി അയക്കൽ എന്ന് പറയുന്ന ആ ഒരു പരിപാടി അത് ഏതാഘോഷത്തിൻ്റെ ഭാഗമായിരുന്നു? മാമാങ്കത്തിൻ്റെ ഭാഗമായിരുന്നു. മാമാങ്കത്തിനെത്തുന്ന സാമൂതിരിയെ വധിക്കുവാൻ ചാവേറ്റുപടയെ അയച്ചിരുന്ന വ്യക്തി വള്ളുവ കോനാതിരിയാണ്. അപ്പോൾ മാമാങ്കത്തിനെത്തുന്ന സാമൂതിരിയെ വധിക്കാനായിട്ട് ചാവേറ്റുപടയെ അയച്ചിരുന്ന ആരാണ്? അത് വള്ളുവ കോനാതിരിയാണ്. ആദി ദ്രാവിഡവും സംസ്കൃതവും കലർന്ന ഭാഷാരൂപം മണിപ്രവാളമാണ്. അപ്പോൾ ആദി ദ്രാവിഡവും സംസ്കൃതവും കലർന്ന ഭാഷാരൂപത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? മണിപ്രവാളമാണ്. മണിപ്രവാള സാഹിത്യത്തിലെ ലക്ഷണ ഗ്രന്ഥം ഏതാണ്? അത് ലീലാതിലകമാണ്. അപ്പോൾ മണിപ്രവാള സാഹിത്യത്തിലെ ലക്ഷണ ഗ്രന്ഥം ഏതാണ്? ലീലാതിലകമാണ്. ഏറ്റവും പേരുകേട്ട മണിപ്രവാള കൃതി ഉണ്ണുനീലി സന്ദേശമാണ്. ഇപ്പോൾ ഏറ്റവും പേരുകേട്ട മണിപ്രവാള കൃതി ഏതാണ്? ഉണ്ണുനീലി സന്ദേശമാണ്. മലയാള അക്ഷരങ്ങൾ അച്ചടിക്കപ്പെട്ട ആദ്യ കൃതി, അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അപ്പോൾ മലയാള അക്ഷരങ്ങൾ അച്ചടിക്കപ്പെട്ട ആദ്യ കൃതി ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. വക്കീൽ, ഗുമസ്തൻ, താലൂക്ക് എന്നീ വാക്കുകൾ ഏത് ഭാഷയിൽ നിന്ന് മലയാളം കടം കൊണ്ടു? അറബി ഭാഷയിൽ നിന്നാണ് വന്നത്. അപ്പോൾ വക്കീൽ, ഗുമസ്തൻ, താലൂക്ക് എന്നീ വാക്കുകൾ ഏത് ഭാഷയിൽ നിന്നാണ് വന്നത്? അറബി ഭാഷയിൽ നിന്നാണ് മലയാളത്തിലേക്ക് വന്നത്. ലേലം, മേസ്തിരി, ബെഞ്ച് എന്നീ പദങ്ങളോ? അത് പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് വന്നത്. അപ്പോൾ ലേലം, മേസ്തിരി, ബെഞ്ച് ഇതൊക്കെ ഏത് ഭാഷയിൽ നിന്നാണ്? പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് വന്നത്. ആദ്യത്തെ തുള്ളൽ കൃതി, അത് കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലാണ്. അപ്പോൾ ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? അത് കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലാണ്. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം, അത് ഉണ്ണുനീലി സന്ദേശമാണ്. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യകൃതി ഏതാണ്? ഉണ്ണുനീലി സന്ദേശമാണ്. പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്ന ആരൊക്കെയാണ്? എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാറാണ്. അപ്പോൾ പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്ന ആരൊക്കെയാണ്? എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. ആധുനിക കവിത്രയം ആരൊക്കെയാണ്? കുമാരനാശാൻ, വള്ളത്തോൾ, നാരായണമേനോൻ, ഉള്ളൂറസ്, പരമേശ്വരയ്യർ. അപ്പോൾ ആധുനിക കവിത്രയം എന്ന് പറയുന്ന ആരൊക്കെയാണ്? കുമാരനാശാൻ, വള്ളത്തോൾ, നാരായണമേനോൻ, ഉള്ളൂറസ്, പരമേശ്വര അയ്യർ. കൃഷ്ണഗാഥ രചിക്കപ്പെട്ടിരിക്കുന്ന വൃത്തം മഞ്ചരി വൃത്തമാണ്. അപ്പോൾ കൃഷ്ണഗാഥ രചിക്കപ്പെട്ടിരിക്കുന്ന വൃത്തം ഏതാണ്? മഞ്ചരി വൃത്തമാണ്. ആരുടെ പ്രശസ്തമായ കൃതിയാണ് ജ്ഞാനപ്പാന? അത് പൂന്താനത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ്. അപ്പോൾ ആരുടെ പ്രശസ്തമായ കൃതിയാണ് ജ്ഞാനപ്പാന? പൂന്താനത്തിൻ്റെ കൃതിയാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം ഏതാണ്? അത് തിരൂറാണ്. അപ്പോൾ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം ഏതാണ്? അത് തിരൂറാണ്. നളചരിതമാട്ടക്കഥ രചിച്ച വ്യക്തി ഉണ്ണായി വാര്യറാണ്. അപ്പോൾ നളചരിതമാട്ടക്കഥ രചിച്ച ആരാണ്? ഉണ്ണായി വാര്യറാണ്. കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി നളചരിതമാട്ടക്കഥയാണ്. അപ്പോൾ കേരള ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? അത് നളചരിതം ആട്ടക്കഥയാണ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ആരുടെ കൃതിയാണ്? രാമപുരത്ത് വാര്യരുടെ കൃതിയാണ്. അപ്പോൾ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ആരുടെ കൃതിയാണ്? രാമപുരത്ത് വാര്യരുടെ കൃതിയാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരുടെ കൃതിയാണ്? തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കൃതിയാണ്. അപ്പോൾ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരുടെ കൃതിയാണ്? തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കൃതിയാണ്. മയൂര സന്ദേശം ആരുടെ കൃതിയാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ്റെ കൃതിയാണ്. അപ്പോൾ മയൂര സന്ദേശം ആരുടെ കൃതിയാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ്റെ കൃതിയാണ്. കേരള പാണിനീയം
ആരുടെ കൃതിയാണ്? AR രാജരാജവർമ്മയുടെ കൃതിയാണ്. അപ്പോൾ കേരള പാണിനിയം എഴുതിയ വ്യക്തി ആരാണ്? AR രാജരാജവർമ്മയാണ്. കേരള കാളിദാസൻ ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. അപ്പോൾ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരള പാണിനി ആരാണ്? AR രാജരാജവർമ്മയാണ്. അപ്പം കേരള പാണിനി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? AR രാജരാജവർമ്മയാണ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്ന ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്ന ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. അപ്പോൾ ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കേരള സാഹിത്യം, സംസ്കാരം, കല എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറഞ്ഞത്.